ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ദീപാവലി ഡേയുടെ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ദീപാവലി നൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അച്ഛമ്മ. അച്ഛൻ്റെ അമ്മയാണ്. ദീപാവലിക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ തിരിയൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വൈകുന്നേരം നല്ല ദീപാവലി സ്പെഷ്യലായിട്ട് അച്ഛമ്മ നല്ല അടയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അട കാണാനും നല്ല ഭംഗിയില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശർക്കരയൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ അട ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യ ആവാൻ വേണ്ടി കാത്തിരുന്ന് സന്ധ്യയായി. പെട്ടെന്ന് സന്ധ്യ ആവും കേട്ടോ. 6 മണി 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ പിന്നെ വേഗം വിളക്കൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുട്ട് വരാറായപ്പോൾ അമ്മ ഓരോ ദീപങ്ങളായിട്ട് കത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സന്ധ്യയായി. അങ്ങനെ അമ്മ പുറത്തുനിന്ന് കത്തിച്ചിട്ടാണ് ഉള്ളിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ പുറത്തുനിന്ന് കത്തിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഉള്ളിൽ പോയി പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ കത്തിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്ത് എല്ലാവരുടെയും കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുട്ടാകുമ്പോഴേക്കും എല്ലാവരുടെയും കത്തിച്ചു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പുറത്തൊക്കെ കത്തിക്കാഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തൊക്കെ കത്തിക്കാറുണ്ട്. മഴ ആയതുകൊണ്ട് കത്തിച്ചില്ല. അങ്ങനെ ബാക്കി എല്ലാ സ്ഥലത്തും തിണ്ണയുടെ മുകളിലൊക്കെ കത്തിച്ചു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എല്ലാ ദീപങ്ങളൊക്കെ കത്തിച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയാൻ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ദീപാവലിക്ക് കത്തിച്ചു എന്നുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവാലി സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗണേഷിനാട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ എവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറും. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റാണ് അതിരാസം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു നല്ല വീഡിയോ വരുന്നവർക്ക് ബൈ.